Good morning, students. Today we will discuss another problem relating to the redemption of preference shares. So let's begin. നമുക്ക് അടുത്ത ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം ഇനി നോക്കാം. The following is the balance sheet of Subros Limited as on 31st December 2017. നമുക്ക് ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. Liability side, share capital 30,006% redeemable preference shares of rupees 10 each, 3 lakhs. 60,000 equity shares of rupees 10 each, 6 lakhs. Reserve and surplus, securities premium 2,90,000, general reserve 4 lakhs, statement of profit and loss 2,45,000. Current liabilities 1,95,000. Asset side നോക്കുവാണെങ്കിൽ നോൺ കറണ്ട് അസറ്റ്, അതിനകത്ത് ഫിക്സഡ് അസറ്റ് 10 lakhs, ഇൻവെസ്റ്റ്മെന്റ് 2,10,000, കറണ്ട് അസറ്റ്സ് സ്റ്റോക്ക് 4,40,000, sundry debtors 1,60,000, cash at bank 2,20,000. ടോട്ടൽ വരുന്ന 20,30,000. ഇനി ബാക്കി ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ ഓൺ 31st March 2018 the company excised its portion to redeem the whole of its preference share at a premium of 5%. മാർച്ച് 31st 2018 കമ്പനി പൂർണ്ണമായിട്ടും പ്രിഫറൻസ് ഷെയർ പൂർണ്ണമായിട്ടും ഇവിടെ റിഡീം ചെയ്യാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് പ്രീമിയം 5%ലാണ് റിഡീം ചെയ്യാനായിട്ട് തിരിച്ചു മേടിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. ടു അസിസ്റ്റ് ഇറ്റ്സ് ഫിനാൻസിംഗ് ദ റിഡംഷൻ ഓൾ ദി ഇൻവെസ്റ്റ്മെന്റ് വെർ സോൾഡ് ഫോർ റുപ്പീസ് 1,95,000. റിഡംഷന്റെ ഭാഗമായിട്ടും കമ്പനിയുടെ കൈവശമുള്ള നോൺ കറണ്ട് അസറ്റിനായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അത് 1,95,000 ആണ് ഇവിടെ വിൽക്കുന്നതായിട്ടാണ് പറയുന്നത്. On 1st June 2018, the company made a bonus issue of 7 equity shares fully paid for every 6 equity shares held on 31st December 2017. അപ്പോൾ 31st December 2017 ഓരോ ഇൻവെസ്റ്റേഴ്സിന്, അതായത് ഓരോ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിലും 6 ഇക്വിറ്റി ഷെയർ ഹോൾഡർ ചെയ്യുന്ന ഓരോ ഇക്വിറ്റി ഷെയർസിനും കംപ്ലീറ്റ് ആയിട്ടും 7 ബോണസ് ഷെയർ ആണ് അതിന് പകരമായിട്ട് ഇവിടെ ഇഷ്യൂ ചെയ്യുന്നത്. അതാണ് പറഞ്ഞത്. ദ കമ്പനി മേഡ് എ ബോണസ് ഇഷ്യൂ ഓഫ് 7 ഇക്വിറ്റി ഷെയർസ് ഫുള്ളി പെയ്ഡ് ഫോർ എവറി 6 ഇക്വിറ്റി ഷെയർസ് ഹെൽഡ് ഓൺ 31st December 2017. അതായത് കംപ്ലീറ്റ് ആയിട്ടും 6 ഇക്വിറ്റി ഷെയർ ഹോൾഡ് ചെയ്യുന്ന കംപ്ലീറ്റ് ആയിട്ടും ഫുള്ളി പെയ്ഡ് ആയിട്ടുള്ള അവർക്ക് എന്ത് ചെയ്യുന്നു, 7 ഇക്വിറ്റി ഷെയർ, അതായത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ബോണസ് ഇഷ്യൂ അവർക്ക് അവിടെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം 6 ഇക്വിറ്റി ഷെയർസ്, അത് 6ൽ 7 ഇക്വിറ്റി ഷെയർസ്, അതായത് ഒരു ബോണസ് ഇഷ്യൂ ആണ് ഇവിടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് നടത്തുന്നത്. ദ അപ്രോപ്രിയേറ്റ് റെസൊല്യൂഷൻസ് വെയർ പാസ്ഡ് ആൻഡ് ദ അബൌട്ട് ട്രാൻസാക്ഷൻസ് വെയർ ഡ്യൂലി കംപ്ലീറ്റഡ്. അത് കംപ്ലീറ്റ് ആയിട്ടും പൂർണ്ണമായിട്ട് ഇവിടെ നമ്മുടെ ട്രാൻസാക്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നു. ബോണസ് ഷെയറിനുമായിട്ട് ബന്ധപ്പെട്ട ഇതെല്ലാം ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് പ്രിഫറൻസ് ഷെയർ പൂർണ്ണമായിട്ടും റിഡീം ചെയ്യുന്നു. യു ആർ റിക്വയർഡ് ടു ഷോ ജേർണൽ എൻട്രീസ് ആൻഡ് ബാലൻസ് ഷീറ്റ് ഓഫ് ദ കമ്പനി ആഫ്റ്റർ റിഡംഷൻസ്. അപ്പോൾ ജേർണൽ എൻട്രീസ്, ബാലൻസ് ഷീറ്റുമാണ് നമ്മൾ റിഡംഷൻ കഴിഞ്ഞ ശേഷമുള്ള പ്രിപ്പയർ ചെയ്യേണ്ടത്, പുതിയതായിട്ടുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിനകത്ത് ഒരു ക്ലൂ ആയിട്ട് നമുക്കൊരു ഹിന്റ് തന്നിട്ടുണ്ട്. ബോണസ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട ബോണസ് ഷെയർസ് ക്യാൻ ബി ഇഷ്യൂഡ് ബൈ യൂട്ടിലൈസിംഗ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, ജനറൽ റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ആൻഡ് സെക്യൂരിറ്റി പ്രീമിയം ഇഫ് എനി. അതായത് കമ്പനിയുടെ കൈവശമുള്ള കംപ്ലീറ്റ് ആയിട്ടും റിസർവ് പൂർണ്ണമായിട്ടും എടുത്തോട്ടാണ് നമ്മൾ ബോണസ് ഇഷ്യൂ ഇവിടെ നടത്താനായിട്ട് പറയുന്നത്. അതായത് കംപ്ലീറ്റ് ആയിട്ടും ഡിവിസിബിൾ പ്രോഫിറ്റ് വെച്ച് നമ്മളോട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പുതിയ ഇക്വിറ്റി ഷെയർ ഇവിടെ ഇഷ്യൂ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. നമുക്കിനി സൊല്യൂഷൻ നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എൻട്രി നോക്കാം. ആദ്യം തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യനകത്ത് റിഡംഷന്റെ ഭാഗമായിട്ട് ഇൻവെസ്റ്റ്മെന്റ്, കമ്പനിയുടെ കൈവശമുള്ള നോൺ കറണ്ട് അസറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് വിൽക്കുന്നു. അപ്പം എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡേറ്റ 1,95,000, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡേറ്റ 15,000 ടു ഇൻവെസ്റ്റ്മെന്റ് 2,10,000. ഇൻവെസ്റ്റ്മെന്റ് ബാലൻസ് ഷീറ്റ് നമുക്ക് തന്നിട്ടുള്ള വാല്യൂ 2,10,000 ആണ്. പക്ഷെ അത് വിറ്റത് 1,95,000, അതായത് ലോസിനാണ് വിറ്റത്. അപ്പം കംപ്ലീറ്റ് ആയിട്ടും ആ ലോസ് നമ്മൾ നികത്തുന്നത് കമ്പനിയുടെ കൈവശമുള്ള ഡിവിസിബിൾ പ്രോഫിറ്റിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ നികത്തുന്നത്. അതാണ് എൻട്രി. ബാങ്ക് അക്കൗണ്ട് ഡേറ്റ 1,95,000, കിട്ടിയത് എമൗണ്ട്, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡേറ്റ 15,000 റുപ്പീസിന് ലോസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ ലോസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നാണ് കംപ്ലീറ്റ് ആയിട്ടും നികത്തുന്നത്, അതായത് ഡിവിസിബിൾ പ്രോഫിറ്റിൽ നിന്നാണ് നികത്തുന്നത്. ടു ഇൻവെസ്റ്റ്മെന്റ് 2,10,000, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. അടുത്ത എൻട്രി റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡേറ്റ 3 lakhs, premium on redemption account at 15,000 to redeemable preference shareholder 3,15,000. preference share due for redemption. അതായത് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ കംപ്ലീറ്റ് ആയിട്ടും 30,000 പ്രിഫറൻസ് ഷെയർ ആണ് റിഡീം ചെയ്യുന്ന, 10 രൂപയാണ് ഫേസ് വാല്യൂ. അപ്പം റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ആയിട്ട് 3 lakhs പ്രീമിയത്തിലാണ്, അതായത് 5% പ്രീമിയം. 3 lakhsന്റെ 10% എന്ന് പറയുന്നത് 30,000. അപ്പൊ 10ന്റെ പകുതി 5. അപ്പൊ അതുപോലെ തന്നെ
30,000 പകുതി 15,000. അപ്പോൾ പ്രീമിയം 50,000, മൊത്തം 3,15,000 ആണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഇവിടെ കൊടുക്കാനുള്ളത്. ഇനി പ്രീമിയം അഡ്ജസ്റ്റ് ചെയ്യുന്ന കംപ്ലീറ്റും ഡിവിസിബിൾ പ്രോഫിറ്റിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ 15,000 ടു പ്രീമിയം ഓൺ റിഡംഷൻ 15,000 പ്രീമിയം അഡ്ജസ്റ്റഡ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അടുത്ത ലാസ്റ്റ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കംപ്ലീറ്റ് ആയിട്ടും പേയ്മെന്റ് കൊടുക്കുന്നു. എൻട്രി റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ 3,15,000 ആണ് ഇവർക്ക് കൊടുക്കുന്നത്. അടുത്ത എൻട്രി ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് 3 lakhs. 3 lakhs ആണ് മൊത്തം നമ്മൾ പ്രീമിയം ഇല്ലാതെ കൊടുക്കേണ്ടത്. അപ്പോൾ അത്രയും തന്നെ നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലോട്ട് മാറ്റണം. അത് നമ്മൾ ജനറൽ റിസർവിൽ നിന്നാണ് എടുത്തു കൊടുക്കുന്നത്. ഡിവിസിബിൾ പ്രോഫിറ്റ് ജനറൽ റിസർവ് നമുക്ക് ബാലൻസ് ഷീറ്റ് 4 lakhs ആണുള്ളത്. അതിൽ 3 lakhs നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലോട്ട് മാറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ബോണസ് ഇഷ്യൂ ചെയ്യുന്നത്, അതായത് 6 ഇക്വിറ്റി ഷെയർ ഹോൾഡ് ചെയ്യുന്ന 6 ഇക്വിറ്റി ഷെയർ ഹോൾഡ് ചെയ്യുന്നവർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫുള്ളി പെയ്ഡ് ചെയ്തിട്ടുള്ളവർക്ക് 7 ഇക്വിറ്റി ഷെയർ ആണ് ബോണസ് ഇഷ്യൂ ആയിട്ട് ഇവിടെ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പം എൻട്രി വരുന്നത് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഡെറ്റർ 3 lakhs. അത് കംപ്ലീറ്റും കൊടുക്കേണ്ടത് നമ്മളോട് ഹിന്റ് ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് ആയിട്ടും ഡിവിസിബിൾ പ്രോഫിറ്റിൽ നിന്ന് വേണം എടുത്ത് ബോണസ് ഇഷ്യൂ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഡെറ്റർ 3 lakhs, ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ 1 lakh. കാരണം 4 lakhs ഉണ്ടായിരുന്നു. 4 lakhs നിന്ന് 3 lakhs നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലോട്ട് മാറ്റി. ഇനി മിച്ചം 1 lakhs ഉള്ളൂ. സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ 2,90,000. ഇത് ബാലൻസ് ഷീറ്റിനകത്തുള്ള ഉള്ള എമൗണ്ട് തന്നെയാണ് എഴുതുന്നത്. പിന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ 10,000 ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് 7 lakhs. ഇത് വാങ്ങുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റിന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് 6 ഇക്വിറ്റി ഷെയർ ഹോൾഡ് ചെയ്യുന്നവർക്ക് ഒരു ബോണസ് ഇഷ്യൂ കംപ്ലീറ്റ് ആയിട്ട് 7 ഇക്വിറ്റി ഷെയർ ബോണസ് ഇഷ്യൂ ആയിട്ട് നൽകണമെന്ന് പറയുന്നുണ്ട്. അപ്പം 60,000 ആണ് നിലവിലുള്ള ഇക്വിറ്റി ഷെയർസ് ഉള്ളത്. അപ്പം ഇൻറ്റു 7/6, അത് 6 ഇക്വിറ്റി ഷെയർസ് ഉള്ളവർക്ക് 7 എണ്ണം വെച്ച് ഇഷ്യൂ ചെയ്യണം. അപ്പം 60,000 ഇൻറ്റു 7/6, അപ്പം നോക്കുമ്പോൾ 70,000 ഷെയർസ് ബോണസ് ഇഷ്യൂ ആയിട്ട് ഇവിടെ നൽകേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പം ഫേസ് വാല്യൂ നമുക്ക് തന്നിട്ടുള്ള 10 രൂപ ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. അപ്പോൾ 70,000 ഇൻറ്റു 10 7 lakhs. അപ്പം ടു ബോണസ് ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടത് 7 lakhs ആണ്. അപ്പം നമ്മൾ മൊത്തം അതിൽ നിന്ന് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് കുറയ്ക്കുമ്പോഴും 7 lakhs നിന്ന് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് 3 lakhs, പിന്നെ ജനറൽ റിസർവ് 1 lakh, സെക്യൂരിറ്റീസ് പ്രീമിയം 2,95,000 കൂടെ കുറയ്ക്കും. ഇനി മിച്ചം 10,000 മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ 10,000 നമ്മൾ സ്റ്റേറ്റ്മെന്റ് ബാലൻസിങ് ഫിഗർ ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എത്തുന്നത് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കുന്നു. അതാണ് ഈ 10,000 എന്ന് പറഞ്ഞ് ഇവിടെ മീൻസ് 10,000 റുപ്പീസ് മാത്രമേ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ബോണസ് ഇഷ്യൂ കൊടുക്കാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളൂ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് 10,000 റുപ്പീസ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. ഇനി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ബോണസ് ഇഷ്യൂ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൈമാറുന്നു. അപ്പം ബോണസ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ബോണസ് ഷെയർ ഇഷ്യൂഡ് 7 lakh റുപ്പീസ് നമ്മൾ അവർക്ക് ഇഷ്യൂ ചെയ്യുന്നു. പിന്നെ നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് കംപ്ലീറ്റ് ആയിട്ടും അക്കൗണ്ട്സുകൾ നമ്മൾ ഷെയർ ക്യാപിറ്റലും എല്ലാം കൂടെ കംപ്ലീറ്റ് നമ്മളൊന്ന് എത്രയാണോ കറക്റ്റ് ഫിഗർ ഒന്ന് നമ്മൾ റെക്ടിഫൈ ചെയ്യുന്നു. ഇവിടെ കറക്റ്റ് ആയിട്ട് നമ്മൾ കണ്ടെത്തുന്നു. അപ്പം നോക്കുവാണെങ്കിൽ ഷെയർ ക്യാപിറ്റൽ, അതിനകത്ത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓൾറെഡി 6 lakhs ഉണ്ടായിരുന്നു. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 6 lakh ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു. അഡീഷണൽ ആയിട്ട് ബോണസ് ഷെയർ ഇവിടെ ഇഷ്യൂ ചെയ്യുന്നു. അപ്പം 6 lakh + 7 lakhs മൊത്തം 13 lakh റുപ്പീസ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലായിട്ട് കമ്പനിയുടെ കൈവശമുണ്ട്. ഇനി റിസർവ് ആൻഡ് സർപ്ലസിനകത്ത് നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിലാണ് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഡിവിസിബിൾ പ്രോഫിറ്റ് 2,45,000 ഓൾറെഡി ഉണ്ടായിരുന്നു റിഡംഷന് മുമ്പായിട്ട്. പക്ഷേ റിഡംഷന് ഭാഗമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് വിൽക്കുമ്പം ഇൻവെസ്റ്റ്മെന്റ് ലോസ് ആണ് വിൽക്കുന്നത്. അപ്പം ആ ലോസ് കംപ്ലീറ്റ് നികത്തുന്ന സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നാണ്. അപ്പോൾ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് 15,000 അങ്ങനെ കൊടുക്കുന്നു. പിന്നെ ഒരു 15,000 പ്രീമിയം നമ്മൾ റിഡംഷന്റെ ഭാഗമായിട്ട് പ്രീമിയത്തിൽ കൊടുക്കുമ്പോൾ 15,000 ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് കൊടുക്കുന്നു. പിന്നെ 10,000 ഈ പറഞ്ഞിരിക്കുന്ന ബോണസ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അവിടുന്ന് അങ്ങനെ കൊടുക്കുന്നു. അപ്പം 2,45,000 നിന്ന് മൊത്തം 40,000 നമ്മൾ കുറച്ച് കഴിയുമ്പോൾ 2,05,000 ആണ് നമുക്ക് റിഡംഷന് ശേഷമുള്ള ഡിവിസിബിൾ പ്രോഫിറ്റ് ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഉള്ളത്. അടുത്തായിട്ട് ബാലൻസ് ഷീറ്റ്. സബ്രോസ് ലിമിറ്റഡ് ബാലൻസ് ഷീറ്റ് നമുക്ക് നോക്കുവാണെങ്കിൽ വെർട്ടിക്കൽ ഫോമിൽ തന്നെയാണ് വരയ്ക്കേണ്ടത്. ആദ്യം തന്നെ ലൈബിലിറ്റീസ്, ഇക്വിറ്റി ആൻഡ് ലൈബിലിറ്റീസ്, ഷെയർ ഹോൾഡർ ഫണ്ട്, ഷെയർ ക്യാപിറ്റൽ 13 lakhs, 6 lakh + 7 lakhs ഉള്ള നമ്മൾ ആദ്യം നേരത്തെ നോക്കിയ പോലെ തന്നെ. റിസർവ് ആൻഡ് സർപ്ലസിനകത്ത് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിന് 2,05,000 അഡ്ജസ്റ്റ് ചെയ്യുന്നു. പിന്നെ നോൺ കറന്റ് ലൈബിലിറ്റീസ് ഒന്നുമില്ല. കറന്റ് ലൈബിലിറ്റീസ് ആയിട്ട് 1,95,000 നമുക്ക് ബാലൻസ് ഷീറ്റ് നേരത്തെ ഓൾറെഡി തന്നിട്ടുണ്ട്. അതേപോലെ എഴുതിയാൽ മതി. ടോട്ടൽ 17 lakhs. ഇനി അസറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ നോൺ കറന്റ് അസറ്റ്, അതിനകത്ത് ഫിക്സഡ് അസറ്റ് ആദ്യം വരുന്നു 10 lakhs. അടുത്ത കറന്റ് അസറ്റിനകത്ത് ഇൻവെന്ററി 4,40,000, പിന്നീട് ഡെപ്റ്റേഴ്സ് 1,60,000, പിന്നെ ലാസ്റ്റ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ്. അപ്പം നോക്കുവാണെങ്കിൽ 2,20,000 ആണ്
ഇത് റിഡംഷന് മുമ്പായിട്ട് ഉള്ളത്, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് നമുക്ക് ഓൾറെഡി നേരത്തെ ബാലൻസ് ഷീറ്റിന് തന്നിട്ടുള്ളത്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് വിൽക്കുന്നു, 1,95,000 കിട്ടുന്നു. മൊത്തം നമ്മൾ പ്രിഫറൻസ് ഷെയർസിന് നമ്മൾ പ്രീമിയം ഉൾപ്പെടെ പേ ചെയ്യുന്നത് 3,50,000. അപ്പം കുറയ്ക്കുമ്പോൾ നമ്മുടെ ഇനി ക്യാഷ് ഇൻ ഹാൻഡ് അല്ലെങ്കിൽ ഉള്ളത് 1 lakh rupees ഉള്ളൂ. അപ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ 17 lakhs. അപ്പം ഈ പ്രോബ്ലം ഒന്ന് ചെയ്തു നോക്കുക. സോ താങ്ക് യു സോ മച്ച് ആൻഡ് വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്.